ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതനുമായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസവും തിരുവെഴുത്തിൽ ആരാഞ്ഞന്വേഷിച്ച് പരിശുദ്ധാത്മാവാം ദൈവത്തിന് നമ്മോട് ഇന്ന് പറയാനുള്ളത് കാതോർത്ത് കേട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഞാൻ ഒരുങ്ങുകയാണ്. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൂടെ ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും വചനം തന്ന് നമ്മളെ തൃപ്തരാക്കുകയും പോകേണ്ടുന്ന വഴിയിൽ നമ്മളെ നടത്തുകയും പാതയ്ക്ക് ദീപമായി ഓരോ ദിവസവും പ്രകാശം പകരുന്ന ദിവ്യവചനത്താൽ നമ്മളെ അലങ്കൃതരാക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും ആരാധനയും പുകഴ്ചയും എല്ലാം അർപ്പിച്ചുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി നന്ദി കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. ഏറ്റവും പരിചിതമായിരിക്കുന്നൊരു വാക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഫേസർ 1:17. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എഫേസോസിൻ്റെ സഭയ്ക്ക് വേണ്ടി പൗലോസിൻ്റെ അതിഗംഭീരമായൊരു പ്രാർത്ഥനയാണ്. പല പല കാര്യങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു പ്രാർത്ഥനയിൽ പല വിഷയങ്ങൾ അടങ്ങിയേക്കാം. പല വിഷയങ്ങൾ അടങ്ങിയ ഈ വലിയ പ്രാർത്ഥനയിലെ ഒരു വിഷയം ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അത്രയും മാത്രം ഞാൻ എടുക്കാം. വളരെ പരിചയമാണ് വേദപുസ്തക പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഞാൻ ഇതിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പൊരു കാര്യം പറയട്ടെ. ഒരു ചടങ്ങ് കൊണ്ടോ ഒരു കർമ്മം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ആത്മീകമായ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, 4 വാക്ക് അന്യഭാഷയും പറയുന്നുണ്ട്, ഇനി സുവിശേഷ വേലയ്ക്കും ഇറങ്ങി, നമ്മളായിരുന്ന പഴയ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വേർപെട്ട് ഒരു പുതിയ ആത്മീക കൂട്ടത്തിനകത്ത് കയറി. ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് എല്ലാം നമ്മളിൽ പൂർണ്ണമായി എന്ന് വിചാരിക്കരുത്. ആത്മീകത എന്ന് പറയുന്നത് കടൽ പോലെയാണ്. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളാണ്. പാട്ടുപാടാൻ തുടങ്ങിയതുകൊണ്ടോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുകൊണ്ടോ ട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ടോ 4 വേദികളിൽ സാക്ഷ്യം പറയാൻ തുടങ്ങിയതുകൊണ്ടൊന്നും തീർന്നെന്ന് വിചാരിക്കരുത്. നമ്മൾ 2 വാക്ക് ആരോടെങ്കിലും ദൂത് പറയാൻ തുടങ്ങി, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ആരെങ്കിലും ഒരാൾക്കൊരു മനസ്സിനൊരു കുളിർമ തോന്നി, അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇവിടെ നോക്ക്, രക്ഷിക്കപ്പെട്ട് കർത്താവിങ്കിലേക്ക് വന്ന് ആത്മനിറവ് പ്രാപിച്ച എഫേസോസിലെ സഭക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും ചില കാര്യങ്ങൾ ഓപ്പണായി വരാനുണ്ട്, ഓപ്പണാകാനുണ്ട്. ഞാൻ ആത്മാവിൽ പറയും, എൻ്റെ പൊന്നു ബ്രദറെ, സിസ്റ്ററെ, നിങ്ങൾ തുടങ്ങിയുള്ളൂ. നിങ്ങൾ പിടയ്ക്കാതെ, പേടിക്കാതെ ആത്മീയതയിൽ തുടരുക. കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുക. കുറച്ചുകൂടെ അടുത്തടുത്ത് ദൈവത്തിങ്കിലേക്ക് ചേർന്ന് പോവാ. അപ്പം ഓപ്പണായി വരും. പുതിയ പുതിയ മേഖലകൾ ഓപ്പണാകും, പുതിയ പുതിയ മണ്ഡലങ്ങൾ ഓപ്പണാകും, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ തുറക്കപ്പെടും, പുതിയ പുതിയ ദൈവിക പദ്ധതികൾ ഓപ്പൺ ചെയ്തു വരും, നമ്മളിൽ വരും, നമ്മുടെ മുമ്പിൽ വരും. ആത്മീയതയുടെ പ്രത്യേകത അതാണ്. ഇനിയും എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഓപ്പണായി തുറന്നു വരാനുണ്ട്, പ്രകാശിച്ചു വരാനുണ്ട് എന്നൊന്ന് വിശ്വസിച്ചേ ആദ്യം. ഞാൻ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചു. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ 3 വെള്ളിയാഴ്ച ഉപവാസം എടുത്തു, നിങ്ങൾ പറഞ്ഞെടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ച് പിണങ്ങിയിരിക്കാതെന്ന് മുമ്പോട്ട് തന്നെ നീങ്ങ്. ചുമ്മാ ടെൻഷനാകാതെ. എന്തൊക്കെയോ തുറന്നു വരാനുണ്ട്, ഇനിയും മേഖലകൾ ഓപ്പണാകാനുണ്ട്, മുമ്പോട്ടുണ്ട്, തീർന്നില്ല.
തീർന്നില്ല. ഇനിയും എന്തൊക്കെയോ ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ തുറന്നിടാനുണ്ട്. നിങ്ങൾ ഇട്ടിട്ട് പോകാതെ, ഞാൻ ആരോടോ പ്രവാചകനെ പോലെ പറയുക, നിങ്ങളുടെ ശുശ്രൂഷ താത്തി വയ്ക്കാതെ, പുസ്തകം താത്തി വയ്ക്കാതെ, ആ പരിപാടി വിടാതെ ഇനിയും തുറക്കാനുണ്ട്. അതിന് പൗലോസിനെ പോലത്തെ ഒരാൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ അവരുടെ അടുക്കൽ ചെന്നവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മേൽ കൈവച്ചവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ തെറ്റിദ്ധാരണകളും ദുരുപദേശങ്ങളൊക്കെ മാറ്റി അവർ വീണ്ടും സ്നാനപ്പെട്ടു. 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഒരു കോൺഗ്രേഷനായി കൂടി വരാൻ തുടങ്ങി. എഫേസോസ് പട്ടണത്തിലൊരു സഭയായി. പക്ഷെ തീർന്നില്ല. ഇനിയും അവരുടെ ചില മേഖലകൾ ഓപ്പണാകാനുണ്ട്. ഓപ്പണാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ പ്രധാന വിഷയങ്ങളിലൊന്ന് ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. ഇൻസൈറ്റ് എന്നാണ് ഒരു ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത്. ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. എന്തിനാണ് ഉൾക്കാഴ്ച? നമുക്ക് നമ്മെ തന്നെ കാണാനുള്ള കാഴ്ചപ്പാടാണ്. ആത്മീക ജീവിതത്തിനകത്ത് നമുക്ക് ഒറ്റ കുതിരയ്ക്ക് മുഖപ്പട്ട കെട്ടിയിരിക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് മാത്രം കണ്ടാൽ പോരാ. നേർക്കാഴ്ച എന്ന് പറയുന്ന ഒന്നുണ്ട്, അതും പോരാ. നമ്മൾ വളരെ വളരെ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ഒന്ന്, ദൈവത്തെ കാണണം. നമ്മുടെ ദൈവം കാണുക എന്ന് പറഞ്ഞത് കണ്ണ് തുറന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാണുന്നതല്ല. ആ ദൈവം ആരാന്ന് കാണണം. ദൈവത്തിൻ്റെ അധികാരം കാണണം. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പവർ എന്താന്ന് കാണണം. ആ ദൈവത്തിൻ്റെ ശക്തി കാണണം. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താന്ന് കാണണം. എങ്കിലേ ആത്മീക ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആത്മീയതയ്ക്കൊരു എതിരാളിയുണ്ട്. പിശാചാണവൻ, തന്ത്രശാലിയാണ്. അവൻ്റെ തന്ത്രങ്ങളെ കാണണം. അവൻ്റെ പ്ലാനുകൾ എന്താണെന്ന് കാണണം. അവൻ്റെ ദുഷ്ടപ്രവണതകളെ കാണണം. അവൻ നമുക്കെതിരെ ചെയ്തു വയ്ക്കുന്ന ഗൂഢതന്ത്രങ്ങളെ കാണണം. നമ്മുടെ ചുറ്റുപാടൊരു സമൂഹമുണ്ട്, അവരെ കാണണം. മനുഷ്യനെ കാണണം. അവർ ഏത് രീതിയിലാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരുടെ മനോഭാവം എന്താണ്, അവരെ കാണണം. പോരാ, ആത്മീക ജീവിതം നയിക്കുന്ന നാം നമ്മെ തന്നെ കാണണം. നമുക്ക് പിശാചിനെ ഭയങ്കര അയ്യോ എന്നൊക്കെ മൊത്തത്തിലറിയാം. അവൻ ആരാന്നറിയാം. എല്ലാവരോടും പറയും, എൻ്റെ പൊന്നുമോനെ സൂക്ഷിച്ചോണം, പിശാചിൻ്റെ പുണിയിലും ചെന്ന് പെടരുത്. വലിയ കാഴ്ചപ്പാട്. ദൈവത്തെക്കുറിച്ച് അറിയാം. ചുറ്റുപാട് കിടക്കുന്ന മനുഷ്യരെ മുഴുവൻ ഇന്നതാന്ന് സൂക്ഷിച്ചോളണം എന്നൊക്കെ പറയും. നമുക്ക് നമ്മളെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ചോദ്യം, നമുക്ക് നമ്മെ കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് വേണ്ടി കർത്താവ് മുടക്കിയ വില, നമ്മുടെ അകത്ത് വസിക്കുന്നവൻ, നമുക്ക് വേണ്ടി പകർന്നു തന്ന പരിശുദ്ധാത്മാവ്, നമ്മെ നയിക്കാൻ തന്ന കൃപ, നമ്മുടെ ഉള്ളിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്ത കൃപാവരങ്ങൾ, നമുക്ക് തന്ന ജ്ഞാനം, പരിജ്ഞാനം, നമ്മളിൽ പകർന്ന വിവേകം, ഇതിൻ്റെയൊക്കെ മൂല്യം കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെന്തോ വിചാരിച്ചു? ഗതികെട്ട് കിടന്നപ്പോൾ അവിടെ നിന്ന് ആരാണ്ടും ഒരു ഓട്ടോയും വിളിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുവന്ന് ഏതാണ്ടും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയും ബഹളം വയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ കൊണ്ട് ഇട്ടുന്നാണ്, അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളിൽ വന്ന മാറ്റം, നിങ്ങളിൽ വന്ന മൂല്യം, നിങ്ങളിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്ത സ്വർഗീയമായത് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ എന്തിനാ വിളിച്ചത്? നിങ്ങളെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? നിങ്ങളെ ആരായിട്ടാ ദൈവം കാണുന്നത്? അത് കാണാനുള്ള കാഴ്ചപ്പാടിനാണ് ഇൻസൈറ്റ്, ഹൃദയദൃഷ്ടി എന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് നമ്മെ കാണണമെങ്കിൽ കണ്ണാടി വേണമല്ലോ, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റും? നിങ്ങളുടെ കൈ മുമ്പിലേക്ക് നോക്കിയാൽ വിരലുകൾ കാണാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ, പുറം മനുഷ്യനെ കാണണമെങ്കിൽ ഒരു നിലക്കണ്ണാടി വേണ്ടേ? ഇതുപോലെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വിലയറിയുന്നത്. ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്ത ഒരുപാട് വിശ്വാസികൾ ചതഞ്ഞ് ഞരങ്ങി പുറകോട്ട് മാറി അയ്യോ പാവം കളിച്ച് നടക്കുക. നിങ്ങളുടെ വിലയറിഞ്ഞാൽ, നിങ്ങളിൽ വസിക്കുന്നവൻ ആരാന്നറിഞ്ഞാൽ നിങ്ങൾ പിശാചിനോട് എതിർക്കും. നിങ്ങൾ തലയെടുപ്പോടെ നിൽക്കും. നിങ്ങൾ പാർക്കുന്ന വീടിൻ്റെ വലിപ്പമൊന്നുമല്ല. നീ നിന്നെ കാണണം.
നീ നിന്നെ കണ്ടെങ്കിലേ, നിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ കണ്ടെങ്കിലേ നിനക്ക് സിംഹത്തിൻ്റെ എതിരെ ചെല്ലാൻ പറ്റുള്ളൂ, കരടിയെ തകർക്കാൻ പറ്റുള്ളൂ. ഗോലിയാത്തിനെതിരെ നിൻ്റെ കയ്യിലിരിക്കുന്ന കവണി ഉള്ളെങ്കിലും കല്ലുള്ളെങ്കിലും കയറി ചെല്ലാൻ പറ്റണമെങ്കിൽ നീ നിന്നെ കാണണം. നീ പണ്ടത്തെ ആട്ടിടയനല്ല. നിൻ്റെ തലയിൽ വീണ അഭിഷേകത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. നിന്നെ വിളിച്ച് ആളെ വിട്ട് വിളിപ്പിച്ച് നിൻ്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയ്ക്ക് അസാധാരണത്വമുണ്ട്. അത് എൻ്റെ മേൽ കിടക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാടാണ് ഈ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കാണുന്നത്. അത് കണ്ടവന് മാത്രമേ ആരും കൂട്ടില്ലെങ്കിലും കൂടെയില്ലെങ്കിലും മുന്നോട്ട് പോക്ക് നടക്കുള്ളൂ. നിങ്ങളെ ആരാണ്ടൊക്കെ ഒറ്റപ്പെടുത്തി, നിങ്ങളെ ആരാണ്ടൊക്കെ തള്ളിക്കളഞ്ഞു, നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞ് നിങ്ങളുടെ ആയുസ് പാഴാക്കാതെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇൻവെസ്റ്റ് ചെയ്തത് എത്രയെന്ന് കണ്ട്, നിങ്ങൾ ഇന്ന് ആരാന്ന് കണ്ട്, ദൈവത്തിന് നിങ്ങൾ എത്രത്തോളം പ്രിയരാന്ന് കണ്ട്, നിങ്ങളെ കാണാനുള്ള ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നേറണം. എനിക്കെന്നെ ഒന്ന് കാണണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം മുടക്കിയ വില കാണിച്ചു തരും. MBBS വരെ പഠിച്ച് എൻ്റെ MD എടുത്ത ഒരു യങ് ഡോക്ടറാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ പദവിയിലെത്താൻ വേണ്ടി മുടക്കിയത് അതാണ് നിങ്ങളുടെ മൂല്യം. അല്ല, നിങ്ങളുടെ പുറമേ കാണുന്ന പേഴ്സണാലിറ്റി അല്ല, നിങ്ങളുടെ വാക്ചാതുരിയല്ല. നിങ്ങളെ നിങ്ങൾ കാണുമ്പോൾ ഡോക്ടർ വരുന്നതെന്ന് പറഞ്ഞ് എഴുന്നേക്കെന്ന് കണ്ടിട്ടില്ലേ? എന്താണ് എഴുന്നേറ്റതിൻ്റെ കാരണം? നിങ്ങളിൽ കിടക്കുന്ന ആ ഡിഗ്രി ഉണ്ടല്ലോ, അതിൻ്റെ മൂല്യം എന്നാണെന്നറിയാം. അതുകൊണ്ട് ആൾക്കാർ എഴുന്നേറ്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരായ ഡോക്ടർമാർ വരുമ്പോൾ കാത്തിരിക്കുന്ന പേഷ്യൻ്റ്, പുറത്തിരിക്കുന്നവരെല്ലാവരും കൂടി എഴുന്നേക്കുന്നത്. കാരണം നിങ്ങളിൽ കിടക്കുന്ന ആ ഡിഗ്രിയുടെ വിലയാണ്. അല്ലാതെ നിങ്ങൾ കുഞ്ഞുകുട്ടിയുടെ അന്നമ്മയുടെ മോന അതേ വരുന്നെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാണോ? അല്ല. ഇതുപോലെ നിങ്ങളിൽ തമ്പുരാൻ ഇട്ടിരിക്കുന്ന ഡിഗ്രി ഒന്നും അല്ലത്. 2 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ട് ഉറക്കാളച്ച് ഇമ്പോസിഷൻ എഴുതി തിസീസ് സബ്മിറ്റ് ചെയ്ത് മേടിച്ചതല്ലത്. പിന്നെയോ സ്വർഗം ഇൻവെസ്റ്റ് ചെയ്തത്. അത് നിങ്ങളിൽ കിടക്കുക. അത് കാണണം. അത് കണ്ടെങ്കിലേ നിങ്ങളാരാന്ന് മനസ്സിലാകുള്ളൂ. അതിനു വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. വീണ്ടും ഞാൻ ചോദിക്കുന്നു, നമുക്ക് നമ്മെ കാണാൻ കഴിയുന്നുണ്ടോ? എല്ലാവരെയും കണ്ടു, പിശാചിനെ കണ്ടു, ലോകം കണ്ടു, ഭരണാധികാരികളെ കണ്ടു, എതിരാളിയെ കണ്ടു, ശത്രുവിനെ കണ്ടു, എല്ലാം കണ്ടു. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റിയോ? ഇല്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്താ ഇൻവെസ്റ്റ് ചെയ്തത്, എൻ്റെ മൂല്യം എന്താ? എന്നിട്ട് നിങ്ങളെ കാണുക. എന്നിട്ട് നെഞ്ച് വിരിച്ചിറങ്ങി നിൽക്കുക. ഞാൻ ആരാന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കിനായി സ്തോത്രം. ബൈബിൾ മാത്രം ഞങ്ങൾക്ക് തരുന്ന ഇത്ര അഗാധമായിരിക്കുന്ന ചിന്തകൾക്ക് നന്ദി. ഞങ്ങൾ ആരെന്നറിയാൻ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത് ഞങ്ങളതിൻ്റെ വിലയറിയുന്നു, ഞങ്ങളതിൻ്റെ ഗൗരവം അറിയുന്നു. ഇന്ന് ഇത് കേൾക്കുന്ന പലരും ഇതറിയട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.